നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL ഇന്ന് RCB SRH നേരിടുകയാണ്. ഇവർ തമ്മിലൊന്ന് മുട്ടിയതാണ്. അന്ന് സംഭവിച്ചത് എല്ലാവർക്കും അറിയാം. അതിനൊരു പ്രതികാരം ചെയ്യാനൊക്കെ RCBക്ക് ഇപ്പോൾ ആവുമോ എന്നുള്ളതാണ് ചോദ്യം. ഹൈദരാബാദിലാണ് കളി. എന്തായാലും ഇനി വളരെ സ്ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ചാൻസുകൾ മാത്രമേ RCBക്ക് ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ തോൽക്കാൻ അവർക്ക് ഇനി കഴിയില്ല. ഇനി തോറ്റാൽ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കടുത്തൊരു പോരാട്ടത്തിന് അവർ ഒരുങ്ങിയിരിക്കും. മറുഭാഗത്ത് പിന്നെ SRH ആണല്ലോ, പറയേണ്ടില്ല. ആരെ കിട്ടിയാലും അടിച്ച് പരത്തുന്ന ഒരു മൂഡിൽ നിൽക്കുന്ന ടീമാണ്. അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ചേർന്ന് അങ്ങ് തുടക്കമിടും. പിന്നാലെ വന്ന് ഈഡൻ മൾക്രമും ഹെൻറിക് ക്ലാസനും സമതും അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരേ അടിയാണെന്നേ. എതിർ ടീമിന് ഒരു തരത്തിലും ഒന്ന് ശ്വാസം വിടാൻ പോലും അനുവദിക്കാത്ത രൂപത്തിലാണ് സിക്സർ അടി നടക്കുന്നത്. പക്ഷേ RCBയുടെ ബാറ്റിങ്ങും അങ്ങനെയൊക്കെ തന്നെയാണ്. മികച്ച ബാറ്റിംഗ് നിര അവർക്കുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ അവർ തോറ്റ റൺസിൽ മാത്രമായിരുന്നു എന്ന കാര്യം ഓർക്കുക. RCBയുടെ പ്രശ്നം അവരുടെ ബൗളിങ്ങിലാണ് എന്നുള്ളത് ഈ സീസണിൽ പലപ്പോഴായിട്ട് കണ്ടതാണ്. എന്ന് മാത്രമല്ല, ഡൂപ്ലസി തന്നെ ഒരു കളിക്ക് ശേഷം പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത്ര വെപ്പൺസ് ബൗളിങ്ങിൽ ഇല്ല എന്നുള്ളത്. അത് ഏതാണ്ട് അത് തന്നെയാണ് SRHൻ്റെയും അവസ്ഥ. അവരുടെ ബൗളർമാർക്ക് നന്നായിട്ട് അടി കിട്ടാറുണ്ട്. കഴിഞ്ഞ കളിയിൽ ഡെത്ത് ഓവറിലൊക്കെ നന്നായിട്ട് ടി നടരാജൻ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറക്കുന്നില്ല. പക്ഷേ മൊത്തത്തിലെടുത്ത് നോക്കിയാൽ SRHൻ്റെ ബാറ്റർമാർ എടുക്കുന്ന പടുകൂറ്റൻ സ്കോറുകളാണ്. അത് പിന്തുടർന്ന എതിരാളികളും റെക്കോർഡുകളൊക്കെ കുറിക്കുന്നുണ്ട്. അതായത് മുംബൈ ഇന്ത്യൻസ് നല്ല രൂപത്തിൽ അത് പിന്തുടരാൻ ശ്രമിച്ചു. RCB അത്തരത്തിൽ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതവിടെ സംഭവിക്കുന്നുണ്ട്. KKRൻ്റെ കയ്യിൽ നിന്നും 208 SRHൻ്റെ ബൗളർമാർക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നന്നായിട്ട് അടി അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്ന ഒരു അവസ്ഥയാണ് SRHനുള്ളതെങ്കിലും അവരുടെ ബാറ്റർമാർ ഒന്നുകൂടി നന്നായിട്ട് മറ്റുള്ളവരെ പഞ്ഞിക്കിടുന്നത് കൊണ്ട് വിജയിക്കുന്നു. അപ്പോൾ ഇന്ന് എന്ത് സംഭവിക്കും? ഏതാണ്ട് ഒരുപോലെ ഉള്ള ടീമുകൾ, അത് പോയിന്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞതല്ല, രണ്ട് ടീമിൻ്റെയും സ്വഭാവം അതാണ്. നന്നായി ബാറ്റ് ചെയ്യും, ബൗളിങ്ങിൽ ഒരൽപ്പം പ്രശ്നം. അപ്പോൾ അതിലാരും ജയിക്കും എന്നുള്ളത് ഇന്ന് കണ്ടറിയേണ്ടതാണ്. ആദ്യ കളിയിൽ നല്ല രൂപത്തിൽ വിജയിച്ചിട്ടുണ്ട് SRH എന്ന കാര്യം കൂടി ഓർക്കുക. ഇപ്പോൾ നമ്മൾ പ്രീവിയസ് മീറ്റിംഗ് നോക്കുകയാണെങ്കിൽ 287 റൺസാണ് SRH അടിച്ചിട്ടുണ്ടായിരുന്നത്. അത് റെക്കോർഡാണ്. മറുപടി ബാറ്റിങ്ങിൽ DKയും മറ്റുമൊക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു പ്രകടനം. DK 35 പന്തുകളിൽ നിന്ന് 83 റൺസ് അന്ന് അടിച്ചു. അന്ന് 262 റൺസിലേക്ക് RCB എത്തിയിരുന്നു. എന്നാലും ഇന്നത്തെ മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ SRHൻ്റെ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അവർ കഴിഞ്ഞ കളിയിലൊക്കെ പോലെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് ആര് വരും എന്നുള്ളത് കണ്ടറിയണം. ഒരു പക്ഷേ വാഷിങ്ടൺ സുന്ദർ തന്നെ ആ റോളിൽ വീണ്ടും എത്താനുള്ള സാധ്യത. ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ വാഷിങ്ടൺ സുന്ദർ അവരുടെ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവുകയും ബൗൾ ചെയ്യാൻ വേണ്ടി ടി നടരാജനെ ഇറക്കുകയും ചെയ്യുന്ന രൂപത്തിലായിരിക്കും കാര്യങ്ങൾ പോവുക. അവരുടെ പ്രോബിൾ 12ലേക്ക് നമുക്കൊന്ന് പോകാം. ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ഈഡൻ മൾക്രം, ഹെൻറിക് ക്ലാസൻ, അബ്ദുൽ സമദ്, നിതീഷ് കുമാർ റെഡ്ഡി, ഷഹബാസ് അഹമ്മദ്, വാഷിങ്ടൺ സുന്ദർ, പാറ്റ് കമിൻസ്, ഭുവനേശ്വർ കുമാർ, മയങ്ക് മാർക്കണ്ടെ, ദെൻ ടി നടരാജൻ. അപ്പം വാഷിങ്ടൺ സുന്ദറിനെയും ടി നടരാജനെയും വെച്ചുകൊണ്ടുള്ള ഒരു ബാക്ക് പ്ലെയർ സ്ട്രാറ്റജി അവർ ഉപയോഗപ്പെടുത്തിയേക്കും. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർ കഴിഞ്ഞ കളിയിൽ മുഹമ്മദ് സിറാജ്, ക്യാമറൺ ഗ്രീൻ, കരൺ ശർമ്മ തുടങ്ങിയവരൊക്കെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മോശമല്ലാത്തൊരു പ്രകടനം നമ്മൾ അവരിൽ നിന്ന് കാണുകയും ചെയ്തു. പക്ഷേ മാക്സ്വെൽ ഫിറ്റ് ആണോ എങ്കിൽ മാക്സ്വെൽ തന്നെ തിരികെ എത്താൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് ഒരു മെൻ്റൽ ബ്രേക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിട്ടുനിന്നത്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും തിരികെ വരാമെന്നുള്ളൊരു സാധ്യത ഇവിടെ വൈഡ് ഓപ്പൺ ആയിരുന്നു. ഇന്ന് അദ്ദേഹം ഫിറ്റ് ആണെങ്കിൽ അദ്ദേഹം തിരികെ വരും. അങ്ങനെ വന്നാൽ ക്യാമറൺ ഗ്രീന് പുറത്തേക്ക് പോകും. ഗ്രീനിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അവസാന കളിയിൽ അടക്കം അദ്ദേഹത്തിന് വേണ്ട വിധത്തിലൊന്നും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. മുംബൈയിൽ നിന്ന് ഇങ്ങോട്ട് ട്രേഡ് ചെയ്ത് വരുമ്പോൾ വലിയ പ്രതീക്ഷയാണ് RCBക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിനൊത്ത പ്രകടനം ഇതുവരെ നടത്താൻ ക്യാമറൺ ഗ്രീന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് RCBയുടെ പുറകോട്ട് പോക്കിനൊരു കാരണവുമാണ്. RCBയുടെ ആ ഒരു പ്രോബിൾ 12ലേക്ക് നമ്മൾ പോയാൽ വിരാട് കോഹ്ലി, ഫാഫ് ഡു പ്ലസി, വിൽ ജാക്സ്, രജത് പട്ടിദാർ, ക്യാമറൺ ഗ്രീൻ ഓർ ഗ്ലെൻ മാക്സ്വെൽ. അവിടെ കൺഫ്യൂഷൻ ഉണ്ട്. ദെൻ സുയാഷ് പ്രഭുദേശായി, മഹിബാൽ ലോംറോർ, ദിനേഷ് കാർത്തിക്, കരൺ ശർമ്മ, ലോക്കി ഫെർഗൂസൻ, മുഹമ്മദ് സിറാജ്, യാഷ് ദയാൽ അല്ലെങ്കിൽ വൈശാഖ് വിജയകുമാർ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്പർ 12 ഒന്നുകിൽ യാഷ് ദയാൽ അല്ലെങ്കിൽ വൈശാഖ് വിജയകുമാർ ഇറങ്ങാനുള്ളൊരു സാധ്യത, ഒരു ഇമ്പാക്റ്റ് പ്ലെയറുടെ ഉള്ളിൽ വരാനുള്ള സാധ്യതയാണ് നമ്മൾ പറയുന്നത്. ദെൻ അവർ രണ്ടുപേരും നമ്പർ 12ലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും യാഷ് ദയാലിനൊക്കെ ഇറക്കണമെങ്കിൽ ഒരു ബാറ്ററെ
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടായിരിക്കും അതിലേക്ക് പോവുക. ലോംബ്രോ പറഞ്ഞ അത്തരത്തിൽ ഉപയോഗപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നേരെ തിരിച്ചു സംഭവിക്കാം. അപ്പോൾ ഇതിൽ യാഷ് ദയാൽ ഓർ വൈശാഖ് വിജയകുമാർ എന്ന് പറഞ്ഞാൽ നമ്പർ 12 എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ അതിൽ ഒരാൾ മറ്റേയാളെ സബ് ചെയ്ത് വരും എന്നല്ല. കൺഫ്യൂഷൻ വേണ്ട. ഇനി പിച്ച് കണ്ടീഷൻ്റെ ഒരു കാര്യത്തിൽ പറഞ്ഞാൽ, നമ്മൾ ഹൈദരാബാദിലെ മത്സരമാണ്. അവിടെ ആദ്യ മത്സരത്തിന് ഉപയോഗിച്ച സെയിം പിച്ചാണെന്ന് ഉപയോഗിക്കുക എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട്. അന്ന് 277 റൺസാണ് SRHനെതിരെ അടിച്ചു കൂട്ടിയിരുന്നത്. SRH മുംബൈക്കെതിരെ അടിച്ചു കൂട്ടിയത്, SRHനെതിരെ അല്ല. SRH മുംബൈക്കെതിരെ അടിച്ചു കൂട്ടിയതാണ് 277. തിരിച്ച് മുംബൈയും അടിച്ചു കൂട്ടി 246 റൺസ്. അപ്പം നല്ല റണ്ണൊഴുകിയ പിച്ചാണ്. ഇന്നും അതിനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.